ഞാൻ ഫാദർ വിൽസൺ ഇഞ്ചരപ്പ് OSA, ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ ഇപ്പോഴത്തെ റീജിയണൽ വികാരാണ്. ഇന്ത്യയിലുള്ള അഗസ്റ്റീനിയൻ സഭയെ നയിക്കുവാനായി ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തി എന്ന നിലയിൽ ഏറ്റവും കൂടുതലായി സന്തോഷിക്കുന്ന ഒരു സന്ദർഭമാണ്. കത്തോലിക്ക സഭ കാതോർത്ത് നിന്ന വാക്കുകളായിരുന്നു അബേമുസ് പാപ്പാം. ആ വാക്കുകൾക്ക് വേണ്ടി കാതോർത്തുകൊണ്ട് ഒത്തിരിയേറെ സന്തോഷത്തോടെ കാത്തിരിക്കുന്ന കത്തോലിക്ക സഭയോടൊപ്പം ഞങ്ങളും ഉണ്ടായിരുന്നു TV-യുടെ മുമ്പിൽ 8-ാം തീയതി വൈകുന്നേരം. പക്ഷേ ആ വാർത്തകൾക്കെല്ലാത്തിനും ഒത്തിരിയേറെ ഇരട്ടി മധുരം നൽകുന്ന ഒരു സന്തോഷമാണ് ഞങ്ങൾ തേടിയെത്തിയത്. അതായത് ഞങ്ങളുടെ പഴയ പ്രയർ ജനറലായ ആഗോള അഗസ്റ്റീനിയൻ സഭയെ 12 വർഷത്തോളം നയിച്ചിട്ടുള്ള ഞങ്ങളുടെ സഹോദരൻ റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് കർദിനാലാണ് നമ്മുടെ പരിശുദ്ധ പിതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞ സന്തോഷം ഒത്തിരിയേറെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങളെ അഭിമാനിച്ചിട്ടുണ്ട്. ഒരു അഗസ്റ്റീനിയൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവ് തന്നെ ആദ്യത്തെ അതിസംബോധനയുടെ ഇടയ്ക്ക് പറയുകയുണ്ടായി, ഞാൻ അഗസ്റ്റീനോസിൻ്റെ മകനാണ്, ഞാൻ പ്രൗഡ് അഗസ്റ്റീനിയനാണ് എന്നുള്ള വാക്കുകൾ ഞങ്ങളെല്ലാവരെയും ഏറ്റവും അഭിമാനത്തോടുകൂടെ സന്തോഷത്തോടുകൂടെ കേൾക്കുവാനായി ഇടവരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ആലുവയിലെ ഈ ഒരു അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഇദ്ദേഹം അഗസ്റ്റീനിയൻ സഭയുടെ പ്രയർ ജനറലായിരുന്ന സമയത്ത് നമ്മുടെ പരിശുദ്ധ പിതാവ് ലെയോ 14 പാപ്പ 2004-ലും 2006-ലും ഇന്ത്യയിൽ കേരളത്തിലെ ഈ ആലുവയിലുള്ള ആശ്രമം സന്ദർശിക്കുകയും ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കുകയും ഞങ്ങളെ എല്ലാവരെയും സന്ദർശിച്ച് അഗസ്റ്റീനിയൻ സഭയുടെ ജീവിത ശൈലി ഞങ്ങളെ പഠിപ്പിച്ചു തരികയും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങളെയും നൽകുകയും ചെയ്തിട്ടുള്ള ആ ഒരു പിതാവും അന്ന് അച്ഛനായിരുന്ന കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റിനെ ഞാൻ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഓർക്കുകയാണ്. 2004 ഏപ്രിൽ 19-ാം തീയതി വന്നിട്ട് ഒരാഴ്ചത്തോളം ഇവിടെ താമസിക്കുകയും ഞങ്ങളുടെ എടക്കൊച്ചിയിലുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ മൈനർ സെമിനാരി ആശ്രമം സന്ദർശിക്കുകയും ഏപ്രിൽ 22-ാം തീയതി സെയിൻറ്റ് ഫ്രാൻസിസ് സേവിയർ പള്ളിയിൽ കലൂരിൽ നടന്ന ഞങ്ങളുടെ 6 സഹോദരന്മാരായിട്ടുള്ള അച്ഛന്മാരുടെ വൈദിക പട്ട ശുശ്രൂഷ കർമ്മത്തിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് 2006-ൽ അദ്ദേഹം ഞങ്ങളുടെ ഏഷ്യ പസഫിക് അഗസ്റ്റീനിയൻ കോൺഫറൻസിൻ്റെ ഒരു മീറ്റിങ്ങും ഞങ്ങളെ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ഈ ആശ്രമത്തിൽ എത്തുകയും ഞങ്ങളോടൊപ്പം താമസിക്കുകയും ഞങ്ങളോടേക്ക് ഏറ്റവും സ്നേഹത്തോടുകൂടി ഇടപെടുകയും ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുള്ള ഒരു വളരെ സിമ്പിൾ ഹമ്പിളായിട്ടുള്ള ലാളിത്യമുള്ള ഒരു വ്യക്തിത്വത്തെ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുകയാണ് സന്തോഷത്തോടുകൂടെ. പ്രത്യേകിച്ച് നമ്മുടെ ഭാരതത്തിനും ഈ കൊച്ചു കേരളത്തിനും അഭിമാനത്തോടുകൂടെ സന്തോഷിക്കാനുള്ള ഒരു വാർത്ത തന്നെയായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വരവിന് വേണ്ടി ഒത്തിരിയേറെ നാളായിട്ട് കത്തോലിക്ക സഭ ഇന്ത്യയിൽ ഒത്തിരിയേറെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അതിനുള്ള സാധ്യത നമുക്ക് ഉണ്ടായിരുന്നില്ല, ഭാഗ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതാ ദൈവം നമുക്ക് വേറൊരു സദ്വാർത്ത നൽകുകയാണ്. പാപ്പ ആകുന്നതിന് മുമ്പ് തന്നെ ഇന്നത്തെ പരിശുദ്ധ പിതാവ് ലെയോ 14 പാപ്പ ഇന്ത്യയെ സന്ദർശിക്കുകയും കേരളത്തിലൂടെ സഞ്ചരിക്കുകയും ഈ കൊച്ചാശ്രമത്തിൽ നമ്മളോടൊപ്പം താമസിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയെയും കേരളത്തെയും പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് ആഗോള കത്തോലിക്ക സഭയെ നയിക്കുവാനായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്ന് അറിയുമ്പോൾ ഒത്തിരിയേറെ സന്തോഷമുണ്ട്. അപ്പോൾ 2006-ൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ വന്ന സമയത്ത് കുറച്ചധികം സമയം ഞങ്ങളോട് ചെലവഴിക്കുകയുണ്ടായി. ആ സമയത്ത് 4 ആശ്രമങ്ങൾ, ഈ എടക്കൊച്ചിയിലുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ മൈനർ സെമിനാരിയും ആലുവയിലുള്ള സെയിൻറ്റ് അഗസ്റ്റിൻ സ്റ്റഡി ഹൗസ് കൂടാതെ തലപ്പുഴയിലുള്ള വയനാട്ടിൽ കോഴിക്കോട് രൂപതയിൽ തലപ്പുഴയിലുള്ള സെയിൻറ്റ് തോമസ് ചർച്ച് ഇടവക സന്ദർശിക്കുകയും അവിടെയുള്ള ഞങ്ങളുടെ സഹോദരങ്ങളോടൊപ്പമായിരിക്കുകയും പിന്നീട് പൊള്ളാച്ചി തമിഴ്നാട് കോയമ്പത്തൂർ ജില്ലയിലുള്ള ഞങ്ങളുടെ ശമ്പകം മെട്രിക്കുലേഷൻ ഹയർ സെക്കൻഡറി സ്കൂളും സന്ദർശിക്കുകയും അവിടെ അച്ഛന്മാരോടും കുട്ടികളോടും ഇടപെടുകയും ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അവരോടൊപ്പം ഉണ്ടാകുകയും ചെയ്യുകയുണ്ടായി. പിന്നീട് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുണ്ടാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ നിമിഷം കാണുകയാണ്. അബേമുസ് പാപ്പാം എന്നുള്ള ഈ വാർത്ത കേട്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിത്രം ഈ തൊട്ടടുത്തായിട്ട് 2025 ഫെബ്രുവരി
21 പരിശുദ്ധ പിതാവിനെ നേരിട്ട് കർദിനാളായിരിക്കുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റ് അച്ഛനെ പിതാവിനെ നേരിട്ട് കാണാനുള്ള ഒരു ഭാഗ്യം കൂടി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും എൻ്റെ കൂടെ ജസ്റ്റിൻ ജോസഫ് പള്ളിപ്പാട്ട്, ഞങ്ങളുടെ അഗസ്റ്റീനിയൻ സഭയുടെ പ്രൊക്കറേറ്റർ ആയിരിക്കുന്ന അച്ഛനും രണ്ടുപേരും കൂടി ഔദ്യോഗിക കാര്യത്തിന് വേണ്ടി റോമിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ ജനറലേറ്റിൽ വെച്ച് പരിശുദ്ധ പിതാവിനെ കാണുവാനുള്ള ഭാഗ്യം ലഭിച്ചു. അന്ന് കർദിനാളായിരിക്കുന്ന റോബർട്ട് ഫ്രാൻസിസ് പ്രീവോസ്റ്റിനോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ഒപ്പം കുറേ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തരികയും ഒത്തിരിയേറെ സ്നേഹം പങ്കിടുകയും ചെയ്തിട്ടുള്ള ഓർമ്മകൾ ഞാൻ പുതുക്കുകയാണ്. നമ്മളെല്ലാവരെയും, നമ്മുടെ ഇന്ത്യയെയും നമ്മുടെ കൊച്ചു കേരളത്തെയും ഓർക്കുന്നു എന്ന് പറയുന്നത് തന്നെ അഭിമാനത്തിൻ്റെ നിമിഷങ്ങളായിരുന്നു. അതിനുശേഷവും പിന്നീട് പ്രാർത്ഥിക്കുവാനായി രാവിലെ 6:30 മണിക്ക് ഞങ്ങളുടെ ജനറലേറ്റിലുള്ള ചാപ്പലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മളെല്ലാവരേക്കാളും നേരത്തെ തന്നെ അതിരാവിലെ പള്ളിയിലേക്ക് ചെന്ന് ആത്മാർത്ഥമായി ധ്യാനിക്കുകയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന കർദിനാളിനെയാണ് എൻ്റെ മനസ്സിലേക്ക് കടന്നു വരിക. എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം അതാണ്. പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പയെ പോലെ തന്നെ സഭയെ ഈ ഒരു സിമ്പിളായിട്ടുള്ള ഹമ്പിളായിട്ടുള്ള മാർഗത്തിലൂടെ നയിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിത്വത്തെ തന്നെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നതെന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. എൻ്റെ പേര് ഫാദർ അഖിൽ ജോസഫ് OSA. ഞാൻ ഈ ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ആയിട്ട് ഞാനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒപ്പം മരിയാപുരം ഇടവകയിലെ കൊച്ചച്ഛനും കൂടിയാണ് നമ്മുടെ ഇപ്പോഴത്തെ പാപ്പയായിട്ടുള്ള ലയ 14ാം മാർപ്പാപ്പ കുർബാന ചൊല്ലിയ ആ പള്ളിയിലെ കൊച്ചച്ഛനും കൂടി ആയിട്ട് നിൽക്കണം. വളരെ സന്തോഷം നിറഞ്ഞൊരു സമയവും കൂടിയാണ്. കാരണം ഇത് ഇരട്ടിയാക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2024 എല്ലാ അഗസ്റ്റീനിയൻ സെക്രട്ടറിമാരുടെയും ഒരു ഗ്യാതറിങ് ഇറ്റലിയിൽ വെച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായിരുന്നു. അതൊരു ഏറ്റവും വലിയ ഭാഗ്യമാണ് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ചാൽ അന്ന് നമ്മുടെ ഇപ്പോഴത്തെ പാപ്പയായിട്ടുള്ള ലയ 14ാം പാപ്പയുടെ ഒപ്പം ഒന്ന് തോളോട് തോള് ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കാനായിട്ട് പറ്റി. അത് പ്രഖ്യാപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്രയും സന്തോഷത്തിലായിരുന്നു. അപ്പോൾ ഈ ഫോട്ടോസ് കുറേ ഞാൻ അവിടെ പോയപ്പോൾ എടുത്തെങ്കിൽ പോലും ഈ ഫോട്ടോ എവിടെയാണെന്നുള്ള ഒരു തിരക്കിലും കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ. അത് കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും അത് പോസ്റ്റ് ചെയ്യാനും പിന്നെ അത്രയും വലിയൊരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. മറ്റൊരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് വെച്ചാൽ നമുക്കറിയാം, ഒരു അച്ഛൻ ആകാൻ പഠിക്കുന്നൊരു കുട്ടിയെ കണ്ടാൽ അല്ലെങ്കിൽ ആ കുട്ടിയെ കാണുമ്പോൾ നമ്മൾ പറയും അവന് അച്ഛനാകാനായിട്ടുള്ളൊരു താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഒരു ചൈതന്യമുണ്ട് നമ്മൾ പറയും. ഇപ്പോൾ ഒരു വൈദികനെ കാണുമ്പോൾ നമ്മൾ പറയും, ഓ ഈ ഒരു വൈദികന് ഒരു ബിഷപ്പായി തീരാനുള്ള ഒരു ചാൻസ് ഉണ്ടെന്ന് നമ്മൾ പറയാറുണ്ടല്ലേ. ഇതുപോലെ തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഇറ്റലിയിലേക്ക് പോകുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോബർട്ട് പ്രിവോസ്റ്റ്, അതായത് ഇപ്പോഴത്തെ നമ്മുടെ പാപ്പയായിട്ടുള്ള ലയോ 14ാം മാർപ്പാപ്പ അവിടെ വന്നപ്പോഴത്തേക്കും വളരെ സന്തോഷത്തോടെ, നമുക്കറിയില്ല ഇങ്ങനൊരു വ്യക്തി പോപ്പായി തീരുമെന്നുള്ള കാര്യം നമുക്കറിയില്ലായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മുടെ സ്വന്തം സഭയിലെ അഗസ്റ്റീനിയൻ വൈദികനായിട്ടുള്ള ഒരു വ്യക്തി കർദിനാളായിട്ട് മുന്നോട്ട് വരുമ്പോഴത്തേക്കും എന്താ പറയുക, ഒരു രോമാഞ്ചമായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അരികത്ത് നിൽക്കാനായിട്ട്. പിന്നീട് അദ്ദേഹത്തെക്കുറിച്ച് കേൾക്കാനിടയായി. ഞാനപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അവിടെയുള്ള അച്ഛന്മാരോടൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു മനുഷ്യൻ, എല്ലാവരുടെയും ഒപ്പമായിരിക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന രീതിയിലാണ് അദ്ദേഹത്തെക്കുറിച്ച് അവിടെ പറഞ്ഞത്. അവിടെയുള്ള അച്ഛന്മാരൊക്കെ പറഞ്ഞ് ചിലപ്പോൾ നമ്മുടെ ഒരു പോപ്പ് കാൻഡിഡേറ്റ് ആണ് എന്നുള്ള രീതിയിൽ പോലും അദ്ദേഹത്തെക്കുറിച്ച് സംസാരം അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അഗസ്റ്റീനിയൻസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ക്യാരിസം എന്ന് പറയുന്നത് സെർച്ച് ഫോർ ഗോഡ് ടുഗദർ വിത്ത് കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അതായത് സമൂഹത്തിൻ്റെ ഒപ്പമായിരുന്നു കൊണ്ട് ദൈവത്തെ അന്വേഷിക്കുക. എനിക്ക് തോന്നുന്നു അത് അക്ഷരം പ്രതി തന്നെ ജീവിതത്തിലെ അത് പ്രാവർത്തികമാക്കുന്നൊരു വ്യക്തിയും കൂടിയാണ് ഇപ്പോഴത്തെ നമ്മുടെ ലയോ 14ാം മാർപ്പാപ്പ. ഞാനത് പറയുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം റോമിലാണ്, അവിടെയാണ് താമസിക്കുന്നതെങ്കിൽ പോലും ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ആശ്രമത്തിൽ എന്നും, അതായത് രാവിലെ മോർണിംഗ് പ്രെയറിനും ഈവനിങ് പ്രെയറിനും ഒക്കെ അദ്ദേഹം വന്ന് എല്ലാവരുടെയും ഒപ്പം, സാധാരണക്കാരുടെ ഒപ്പമായിരുന്നു കൊണ്ട് അദ്ദേഹം പ്രാർത്ഥനകൾ എടുക്കുമായിരുന്നു. അതുപോലെ തന്നെ ഒരു കുർബാന അർപ്പിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം, ഇവിടെയൊക്കെ ആണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയെ നമ്മൾ കുർബാന അർപ്പിക്കാനായിട്ട് മുന്നോട്ട് വിളിക്കും. പക്ഷേ അവിടെ ഇത്രയും വലിയൊരു പൊസിഷനിൽ ഇരിക്കുന്ന ഒരു വ്യക്തി, കാർഡിനലായിട്ടായി നിൽക്കുന്ന ഒരു വ്യക്തി എല്ലാവരുടെയും എല്ലാ അച്ഛന്മാർക്കിടെയും ഒപ്പം ഒരു സഹകാർമ്മികനായിട്ട് എല്ലാവരുടെയും ഒപ്പം ഇരുന്ന് അത്രയധികം സിമ്പിളായിട്ട് ഇരിക്കുന്ന ഒരു മനുഷ്യനാണ്
എന്തായാലും വളരെ സന്തോഷത്തോടെ ഈ ഒരു നിമിഷത്തെ ഞങ്ങൾ അഗസ്റ്റീനിയൻ സഭ ഞങ്ങൾ കൊണ്ടാടുകയാണ്. ദൈവത്തിന് ഏറ്റവും ആദ്യം നന്ദി പറയുന്നു. ഇത്രയും വലിയ ഒരു സൗഭാഗ്യം ഞങ്ങൾക്ക് ഈ ഒരു ലോകത്തിന് മുഴുവനുമായിട്ട് നൽകിയതിനെ ഓർത്ത്, പ്രത്യേകിച്ച് ഒരു അഗസ്റ്റീനിയൻ എന്ന നിലയിൽ വി ആർ സോ പ്രൗഡ് ഓഫ് എന്ന് പറയാൻ മാത്രമേ എനിക്ക് വാക്കുകളുള്ളൂ. പേര് ജസ്റ്റിൻ ജോസഫ് പള്ളിപ്പാട്ട്, ആലുവ സെയിൻറ്റ് അഗസ്റ്റിൻ സ്റ്റഡി ഹൗസിലെ പ്രൊക്രേറ്ററാണ്. വളരെ സന്തോഷമുണ്ട്. ഈ കഴിഞ്ഞ ഫെബ്രുവരിയിൽ അവിടെ ഔദ്യോഗിക മീറ്റിങ്ങിന് വേണ്ടി പോയതാണ്. അങ്ങനെ മീറ്റിങ്ങിന് പോയ സമയത്താണ് പിതാവിനെ കാണുകയും ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. അന്ന് കാർഡിനലായിരുന്നു, കാർഡിനൽ പ്രിവോസ്റ്റ്. ഞങ്ങളോടൊപ്പം ഒരുപാട് സംസാരിക്കുകയും ഒരുപാട് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്ത ഒരു നല്ലൊരു വ്യക്തിയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ സഭയ്ക്ക് ഏറ്റവും ഒരു മുതൽക്കൂട്ടായിട്ടുള്ള ഒരു പാപ്പ തന്നെയാണ് ലിയോ 14 പാപ്പ. ഏറ്റവും വിനയത്തോടും എളിമയോടും കൂടെ സംസാരിക്കുകയും ഇന്ത്യയെക്കുറിച്ച് ചോദിക്കുകയും ഇന്ത്യയിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ പങ്കുവയ്ക്കുകയും അന്ന് വന്ന സമയത്തൊക്കെ പാപ്പ അനുഭവിച്ചിരുന്ന ജനറൽ അച്ഛൻ അനുഭവിച്ചിരുന്ന ഇന്ത്യയിലെ ഓർമ്മകളൊക്കെ ഒരുപാട് പങ്കുവെച്ച ആ ഒരു അനുഭവങ്ങളൊക്കെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ അന്ന് ഞങ്ങളോട് സംസാരിക്കുകയുണ്ടായിരുന്നു. ഇന്ത്യൻ അഗസ്റ്റീനിയൻ സഭയെക്കുറിച്ചും വൈദികരെക്കുറിച്ചും ദൈവങ്ങളെക്കുറിച്ചുമൊക്കെ ഒരുപാട് സംസാരിച്ചു. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സന്തോഷത്തിൻ്റെ അനുഭവമാണ് ഈ ഒരു സമയം പങ്കുവയ്ക്കാനായിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ആഗ്രഹത്തോടെയും പ്രാർത്ഥനയോടെയും പിതാവിന് പ്രാർത്ഥനാശംസകൾ നേരുകയാണ്. അപ്പോൾ പിതാവ് വഴി ഒരുപാട് അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരെയും ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.